നിന്റെ തന്ത നീ ഇങ്ങനെ ഒരാളുടെ മൊബൈലിലേക്ക് ജാടാന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്തോ? നിന്റെ തന്തയാണോടാ നിനക്ക് ഈ വാട്സപ്പിന്റെ നമ്പർ തന്നെ? എന്ത്? എനിക്ക് എന്റെ മൊബൈലിൽ 110 ആൾക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ അയക്കും. ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈൽ വിലയിലൂടെ നീ തരുന്നത്. മൈൽ വില. നീ ആരാ? നിന്റെ പേരെന്താ പട്ടി? നിന്റെയൊക്കെ വിളിക്ക് രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉണ്മയാണ്. പോയി ചാത്തൂടാ നിനക്കൊക്കെ. വേണല്ലോ നിനക്കൊക്കെ. നീക്ക് എന്ത് മനുഷ്യനാണ് നീയൊക്കെ. മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ മൈരെ. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. 11 മണിക്ക് ഒരാളിനെ വിളിച്ചു നടത്തിയപ്പോൾ ആരാധകനാണ്. ഏത് ആരാധകൻ? ഞാൻ പറഞ്ഞോ നിന്നെ ആരാധിക്കാൻ? ഈ പാതിരാത്രിക്ക് ഉപദേശിക്കാനുള്ള അതിനുള്ള പ്രാന്തൊന്നും എനിക്കില്ല. പിന്നെ എത്ര മൈരെ 11 മണിക്ക് വിളിച്ചു നടത്തിയിട്ട് ഇതൊക്കെ എന്തിന്റെ കാര്യം നിനക്കൊക്കെ 11 മണിക്ക് വിളിക്കാൻ? ഒരു ഉളുപ്പും മാനൊക്കെ വേണ മനുഷ്യനായാല്. പാതിരാത്രി വിളിച്ചു നടത്തിയിട്ട് ആരാധകൻ. നീക്ക് എന്തോ കളിക്കുന്നതാ മൈരെ? കളിപ്പിള്ളയാ നിന്റെയൊക്കെ. വേണമല്ലടാ നിനക്കൊക്കെ. അന്തസ് വേണടാ മനുഷ്യനായി കഴിഞ്ഞാൽ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. പറയാൻ വേറെ ഉണ്ടായത് ഞാനായതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ ജീവിച്ചതും ജനിച്ചതും വളർന്നൊക്കെ അങ്ങനെയാണ്. മനസ്സിലായോ? ബിരിയാണി മോനെ. എന്നിട്ട് പിന്നെ വാഴ ഓടിക്കുന്ന മേലാൽ വിളിച്ചു പോരുത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എന്റെ എടുത്തോ കേട്ടോ. നിന്റെ ആരാധന വേണ്ട എനിക്ക് മൈരെ. 11 മണിക്ക് വിളിക്കാൻ ഒരു സാമാന്യ ബോധം വേണ്ടടാ. ബുദ്ധി വേണ്ടടാ മൈരെ. ഒരു പ്രായം ചെന്ന ഒരാള് ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളിനെ വിളിച്ചു വളർത്തി ആളാളകനാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാനാണോടാ നീയൊക്കെ നടക്കുന്നത്? ഞാൻ എടുത്തോളാം. നമ്പർ എന്റെ കയ്യിലുണ്ട്. മേലാ വിളിച്ചു പോരുന്നു.